ബനിമയുടെ വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ചു. ഇപ്പോൾ എന്റെ ബോസുകൾ ഞാൻ എന്തോ വലിയ കുറ്റകൃത്യം ചെയ്തതുപോലെയാണ് പെരുമാറുന്നത്. ഒരു പതിറ്റാണ്ടിലേറെയായി ഈ ചെറിയ സ്ഥാപനം എന്നെ കുടുംബാംഗത്തെപ്പോലെയാണ് കണ്ടിരുന്നത്. അവർ എനിക്ക് എല്ലാ ചിലവുകളും വഹിച്ചുകൊണ്ട് ഒരു അവധിക്കാല യാത്ര പോലും നൽകിയിരുന്നു. പക്ഷേ അതിനൊരു മറുവശമുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്നും പോകാനുള്ള സ്വാതന്ത്ര്യം അവർ ഒരിക്കലും നൽകിയില്ല. ഞാൻ എപ്പോഴെക്കെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം എന്നെ ചങ്ങലയ്ക്കിട്ട് ബന്ധിക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെ ഈ കമ്പനി തകർന്നുപോകുമെന്നോ പറഞ്ഞ് അവർ തമാശയാക്കി മാറ്റുമായിരുന്നു. എനിക്ക് അർഹമായ ശമ്പളം ലഭിച്ചിരുന്നില്ല, എന്റെ യോഗ്യതയേക്കാൾ കുറഞ്ഞ ജോലിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. എങ്കിലും രണ്ടുപേരുടെ ജോലി ഒറ്റയ്ക്ക് ഞാൻ ചെയ്തു. അങ്ങനെ രഹസ്യമായി ഒരു മികച്ച ജോലി കണ്ടെത്തുകയും ഞാൻ രാജിവെക്കുകയും ചെയ്തു. അതിന്റെ പ്രതികരണം ഒരു വലിയ സ്ഫോടനമായിരുന്നു. തെറിവിളികളും കരച്ചിലും വഞ്ചനയ്ക്കുള്ള ആരോപണങ്ങളും അവിടെ നടന്നു. ഉടൻ തന്നെ എന്റെ ഡെസ്ക് ക്ലിയർ ചെയ്യാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. കൂടാതെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി അവർ പ്രത്യേകം മുറിയിൽ പോയി ബ്രേക്ക് എടുക്കാൻ തുടങ്ങി. അവരുടെ ദേഷ്യം ഓഫീസിലെ പട്ടിയോട് പോലും അവർ ഉറക്കെ പ്രകടിപ്പിച്ചു. അത് ഞാൻ കേൾക്കണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. സാഹചര്യം എത്രത്തോളം മോശമായെന്ന് വെച്ചച്ചാൽ എനിക്ക് പാനിക് അറ്റാക്കുകളും മൂക്കിലൂടെ രക്തം വരികയും ചെയ്തു. ഒടുവിൽ എന്റെ ആരോഗ്യത്തിനായി വീട്ടിലിരിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഇപ്പോൾ ഞാൻ ഇത് വ്യാജമായി കാണിക്കുകയാണെന്ന് തെളിയിക്കാൻ അവർ ഒരു കമ്പനി ഡോക്ടറെ നിയമിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വിട്ടുപോയിരുന്നത് ഒരു സൗഹൃദത്തിൽ നിന്നാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ സത്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടത് ഒരു തടവറയിൽ നിന്നായിരുന്നു.